പോലീസ് ഡോഗ് ജിമ്മി ആദ്യം ഐഡന്റിഫൈ ചെയ്ത ആ ചവറുകൂനയിൽ കണക്ടർ ആയിരിക്കും ബാഗിന്റെ റൂട്ട്. സർ, അങ്ങനെ വരുമ്പോ കസ്റ്റഡിയിലുള്ള രമേശ് ഷബീർ എന്നിവരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. സാധ്യതകളില്ലാതില്ല. മർഡർ ആയിരുന്നില്ല അവരുടെ ഉദ്ദേശം, പണം തന്നെയായിരുന്നു. സർ, ഇത് കൊല്ലപ്പെട്ട അഷ്റഫിന്റേതാണെന്ന് അയാളുടെ ഭാര്യ ഐഡന്റിഫൈ ചെയ്തു. മേടമാസം 16-ാം തീയതി ബുധനാഴ്ച. അത് കഴിഞ്ഞാൽ നല്ലൊരു മുഹൂർത്തം ഇടവത്തില്ല. നീട്ടണ്ട, അതങ്ങോട്ട് ഓർപ്പിക്കാം. അതെ, ഇന്നേക്കെങ്കിലും ഇന്ന് തന്നെ പറഞ്ഞു നിൽക്കുക. കണ്ണനും കള്ളത്തി നീട്ടണ്ട. എന്റെ വീട്ടിലേക്ക് വിശേഷം അന്വേഷിച്ചേ ഇരുട്ടിന്ന് ഇടയ്ക്കിടയ്ക്കുള്ള വരവ് നിർത്താലോ. എന്നാ പിന്നെ മോതിരം അങ്ങോട്ട് മാറിയ ബിരിയാണി ചെമ്പ് പൊളിക്കാൻ നമുക്ക്. എന്റെ കല്യാണ നിശ്ചയത്തിന് മൂപ്പരും കൂട്ടരും വന്നു കയറിയപ്പോ ഒരു മഴ അങ്ങോട്ട് പെയ്തു. സാധാരണ നടന്നു വരേണ്ട വരനും കൂട്ടരും ഓടിക്കയറിയ. സാറെന്താ ഈ വഴിക്ക്? ഇവിടെ എന്താ വിശേഷം? എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ മോതിരം മാറലായിരുന്നു. വാ, ഇവനാ വാലൻ മണി. ഹലോ, ഇത് രാജി. രാജി കുടുംബശ്രീ പ്രവർത്തകയാണല്ലേ? അതെ. രാജിയുടെ കൂടെയുള്ള മറ്റുള്ള സ്ത്രീകൾ? അവര് 3 പേരോ? കാര്യങ്ങൾ നടക്കട്ടെ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. രാമകൃഷ്ണൻ വന്നേ. ആ മർഡർ കേസ് ഇവര് വർക്ക് ചെയ്യുന്ന ഏരിയ ചില എവിഡൻസ്. എന്താ പറയുന്നത്? ചിലപ്പോ അവർക്ക് പോലീസിനെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കും. തിരക്ക് കഴിഞ്ഞ് അവർ 4 പേരുടെ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞേക്ക്. ശരി സാർ. നിർത്ത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മളൊന്നും കണ്ടിട്ടുമില്ല, നമുക്കൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പൊ നമുക്ക് കിട്ടിയതോ? അത് ഇവിടെ പറഞ്ഞാലേ അപ്പൊ കിട്ടേണ്ടത് കിട്ടും. കൊന്നാലും ഓല് പിടിച്ച് തല്ലോ മറ്റോ ചെയ്ത സത്യം പറഞ്ഞു പോകുന്ന എന്റെ പേടി. അതാ എന്റെ പേടി. അയ്യോ, നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഉറച്ച മനസ്സോടെ നിൽക്കുക തന്നെ, അതേ രക്ഷയുള്ളൂ. എന്റെ ഗുരുവായൂരപ്പ, മനഃശക്തി തരണേ ഗുരുവായൂരപ്പ. സർ, വരൂ ചേച്ചി, ഇരിക്ക. വേണ്ട, അഥവാ വേണ്ടി വന്ന അപ്പ ഇരിക്കാലോ. എന്താ അങ്ങനെ? മൂപ്പത്തിക്ക് ഷുഗറിന്റെ? അതെ, കുറച്ച് ഷുഗറിന്റെ പ്രമേഹമുണ്ട്. ഞാൻ വിളിപ്പിച്ചത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഈ കനോലി കനാൽ പരിസരം നിങ്ങളുടെ ഏരിയ ആണല്ലോ? അതെ. കഴിഞ്ഞ ദിവസം കനോലി കനാലിൽ ഒരു ഡെഡ് ബോഡി കൊലപാതകമായിരുന്നു. അറിഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അന്നും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും ആ പരിസരത്തെ ചപ്പുചവറുകൾ തരംതിരിച്ചതും മാലിന്യങ്ങൾ ശേഖരിച്ചതും നിങ്ങൾ തന്നെയല്ലേ? അതെ സാർ. ആ ചവറുകൂനയിൽ വിലപ്പെട്ട എന്തെങ്കിലും കാണുകയോ കിട്ടുകയോ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലില്ല. എന്നാൽ കൊല്ലപ്പെട്ട ആളുടെ ലക്ഷക്കണക്കിന് രൂപ അടങ്ങിയ ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഡോഗ് തിരിച്ചറിഞ്ഞ സ്ഥലം നിങ്ങൾ വർക്ക് ചെയ്യുന്ന അതേ ഏരിയയിലുള്ള ചവറുകൂനയാണ്. നഷ്ടപ്പെട്ട ബാഗും പണവും നിങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള സാധ്യതയില്ല. ഞാൻ ജനിച്ചു വളർന്ന എറണാകുളത്താണെങ്കിലും നമ്മുടെ എല്ലാ ജില്ലകളിലും ഞാൻ പോലീസ് പണിയെടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കോഴിക്കോട് അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളുടെ സ്നേഹം, സൽക്കാരം, സത്യസന്ധത, അതുപോലെ തന്നെ നിങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരുടെ നാടും വീടും വൃത്തിയാക്കുന്നതിനുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം, അതിനെക്കുറിച്ചുള്ള നല്ല ബോധ്യത്തോടുകൂടി തന്നെ ചോദിക്കുക. അങ്ങനെ ഒരു ബാഗ് നിങ്ങളുടെ ആരുടെയും കണ്ണിപ്പെട്ടിട്ടില്ലേ? ഇല്ല സർ.
ഞാനിവിടെ ഇരുന്ന് ഇരുന്നോട്ടെ. പിന്നെന്താ? ഇനി നിങ്ങളെ മുഖത്ത് നോക്കിയ കള്ളത്തരം പറയാൻ എനിക്ക് പറ്റൂല. സത്യം പറയാല്ല, എനിക്ക് അവിടുത്തെ ഒരു ബാഗ് കിട്ടിയിരുന്നു. എന്നിട്ട് ഇവരാരും അറിയാതെ ഞാനത് എടുത്തു മാറ്റി. എന്റെ ബിജുവിന്റെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവല്ലാന്ന് വിചാരിച്ചു. അതിനകത്ത് എന്താ ഉണ്ടായിരുന്നത്? ഞാനത് നോക്കിയിട്ടേ ഇല്ല, അതിന് നേരം കിട്ടിയില്ല. ഞങ്ങളെ മോട്ടോറിക്ഷ കഴുകുന്നിടത്ത് ഒരു കുറ്റിക്കാടുണ്ട്, ഞാനതിൽ ഒളിച്ചു വെച്ചു. പിന്നെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഷുഗറിന്റെ പ്രമേഹം ഉള്ളതുകൊണ്ടേ മറന്നുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതായിരുന്നോ ആ ബാഗ്? ഇതായിരുന്നോ? എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. വേണ്ട, കേരളത്തിലെ പോലീസ് തെളിയിക്കാത്ത കേസുകളൊന്നുമില്ല. വല്ലതും തെളിയിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിവിടത്തെ രാഷ്ട്രീയ ഏമാമാരുടെയും ഞങ്ങളുടെ ചില ഏമാമാരുടെയും ഇടപെടലുകളും തീരുമാനങ്ങളും കൊണ്ടാ. ഈ ബാഗിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രൂപ മിസ്സിംഗ് ആണ്, കാണാനില്ല. എന്റെ ഗുരുവായൂരപ്പാ, രൂപയോ? ഒരു നുണ പറഞ്ഞ് ജയിക്കാൻ പിന്നെ 1000 നുണ നിങ്ങൾക്ക് പറയേണ്ടി വരും. രാമകൃഷ്ണ, അന്വേഷണം ഇപ്പൊ എത്തി നിൽക്കുന്ന അവരില്ല. പരമാവധി സ്നേഹത്തിന് സൗഹൃദത്തിലൊക്കെ ചോദിച്ചു നോക്കി, അവർ സഹകരിക്കുന്നില്ല. രാമകൃഷ്ണൻ അറിയാമല്ലോ പോലീസിന്റെ ഉത്തരവാദിത്വം. സാർ, അപ്പൊ ഇനി അവരെ കോടതി സമയം കഴിഞ്ഞു, ഇനിയിപ്പോ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. ഒന്നുമില്ല മോളെ, കരയണ്ട. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. വെറും സംശയത്തിന്റെ പേരിലല്ലേ, ഒന്നും വരില്ല. റിമാൻഡ്. സർ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കൊണ്ടുവാ. താൻ വെയിറ്റ് ചെയ്യ്, ഉണ്ണിത്താൻ ചേട്ടൻ ഒന്ന് വീട്ടിൽ കൊണ്ടുവരണം. അതെ, എന്റെ വണ്ടിയാകുമ്പോ നിങ്ങളുടെ ആൾക്കാർ വഴി തടഞ്ഞു നിർത്തി ഊതാൻ പറയും. ഇതാകുമ്പോ പ്രശ്നമില്ല, സൗകര്യമില്ലയോ? ആ സരളെ, ഉണ്ണിത്താൻ ചേട്ടൻ എന്താ വേണ്ട ചേർത്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ട, അറിയാലോ എന്റെ ഗ്ലാസ് വെള്ളം കഴിച്ച്. ചേട്ടാ, എനിക്ക് ഞാൻ ഈ കാക്കിക്കുള്ളിൽ നിന്ന് ഇറങ്ങട്ടെ, പെട്ടെന്ന് വരാം. വലിയ തിരക്കൊന്നുമില്ല, പതുക്കെ വന്നാ മതി. ഓ, ഓ, 2 ദിവസമായിട്ട് വെളിയില്ല, പറച്ചിലുമില്ല, ഒന്നുമില്ല. അതെ, പുള്ളിക്കാരന്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ആകെ കൂടി ഒരു തിരക്കായിരുന്നു. ആ, പോയി. മൂക്കുത്തില്ലാത്തൊരു രസമില്ല. അതാരാ പൊട്ടിച്ചത്? കൊള്ളൻ. അതുകൊണ്ടല്ലേ കല്ല് വെച്ച മൂക്കുത്ത് തന്നെ വേറെ വാങ്ങിച്ചത്. ആളാന്റണി സാറല്ലേ? അത് പിന്നെ ഒരു കച്ചിത്തുറുമ്പ് കിട്ടിയാ പിന്നെ എല്ലാം മാറ്റി പുറത്തെടുക്കാതെ പുള്ളിക്കാരൻ അടങ്ങുമോ? ആ ശരി ശരി, ഞാൻ വിളിക്കാം. ശരി. ആ അല്ല, ഇതുവരെ തുടങ്ങിയില്ലേ? തുടങ്ങല്ലേ? എന്താ പ്രശ്നം? ഏതോ ഹവാല തട്ടി കനാലിൽ പൊങ്ങി എന്റെ പൊല്ലാപ്പ. സിറ്റിയിലെ ഹവാല പിള്ളേരെ ആവുന്നതും പൊക്കി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ ഇടപാടാ. പക്ഷേ ഇപ്പൊ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് 3-4 പെണ്ണുങ്ങളില്ല, കുടുംബശ്രീക്കാര്. അവരെ റിമാൻഡ് ചെയ്തിരിക്കാം. എന്തു പറ്റി ഉണ്ണിത്താ ചേട്ടാ? എന്തു പറ്റി? ഞാനേ ഹവാലായിക്കകത്ത് മുങ്ങിപ്പോയി.
എന്താ? ഇന്ന് വന്നപ്പോഴേ ഞാൻ നോട്ടാട്ടതാ. അയ്യോ എന്താ 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 മോളെ? എന്താ രാജി? ഇവിടെ ഉണ്ടായിരുന്നൊരു പെണ്ണ് എന്നെ കയറി പിടിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണോ? ഏതാ അവള്? മാധവിയായിരിക്കും. ഓക്ക് മാറ്റേന്റെ അസുഖം കുറച്ച് കൂടുതലാ. ഒന്നിനെ വെറുതെ വിടാം. അതെ, ഉറങ്ങാനായോ? എന്തേ? നിനക്കെന്തോ സൂക്കേടുണ്ടെന്നറിഞ്ഞു. അത് മാറ്റിട്ട് കിടന്നാ പോയി. എന്നാ പിന്നെ അത് മാറ്റിട്ട് കിടക്കാം. എന്തേ? അതെ, എനിക്ക് നിന്നെ വേണ്ട, ഇവളെ മതി. നാട്ടിലെ വൃത്തികേടൊക്കെ വാരിക്കൂട്ടി കുഴിച്ചു മൂടുന്ന കൈയായത്. ഈ കൈ കൊണ്ട് നിന്റെയൊക്കെ സൂക്കേട് മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെടി. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തേലും മാർഗം നോക്കണ്ടേ? ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഇത്തിരി അങ്ങോട്ട് മാറി നിന്ന് വിളിച്ചു. ഹലോ, വക്കീലല്ലേ? ഞാൻ കുടുംബശ്രീയിലെ ഗിരിജയ. ഇതെപ്പോ? ഇന്നലെ. ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കാൻ സഹായത്തിന് ഒരാളില്ലാതെ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഹലോ, അത് മീൻചന്ത പോലീസ് സ്റ്റേഷന്റെ പരിധിയിലല്ലേ? സ്ത്രീ സമൂഹത്തിന് നേരെയുള്ള സി എ ആന്റണിയുടെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക. പോലീസിന്റെ കള്ളക്കളികൾ അവസാനിപ്പിക്കുക. പോലീസിന്റെ കള്ളത്തരങ്ങൾ അവസാനിപ്പിക്കുക. സി എ ആന്റണി നീതി പാലിക്കുക. മതി മതി, നിർത്ത് നിർത്ത്. എല്ലാവരും നിശബ്ദരാകുക. വരൂ.
നാറുന്ന നാടിനെ ശുദ്ധീകരിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നവരാ കുടുംബശ്രീ പ്രവർത്തകരായ ഈ പാവപ്പെട്ട സ്ത്രീകൾ. നാടിന്റെ മാത്രമല്ല സർ, നാറിയ ഈ സാമൂഹ്യ വ്യവസ്ഥകളെയും വേണ്ടി വന്നാൽ ഇവിടുത്തെ സ്ത്രീ സമൂഹം കഴുകി തുടച്ച് വൃത്തിയാക്കി ചാണകം തെളിക്കും. വേണം, നാടും നാട്ടുകാരും സാമൂഹ്യ വ്യവസ്ഥയൊക്കെ വൃത്തിയാകണം. പക്ഷെ അത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയും അതിക്രമിച്ചും വേണം വക്കീലെ. കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളാരും അയാൾക്ക് നഷ്ടപ്പെട്ട പണം അന്വേഷിച്ച് വന്നിട്ടില്ല. നമ്മുടെ കേച്ചിലെടുക്കുന്ന 4 കുടുംബശ്രീ പെണ്ണുങ്ങളുടെ തലയിൽ കുറ്റം കയറ്റിവെച്ച് ആ സാധുക്കളെ ജയിലിലടച്ച് ആകാശടിച്ചു മാറ്റി കേസ് തേച്ചു മാറ്റി കളയാനാണ് നിങ്ങൾ പോലീസുകാർ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല. പോലീസ് നീതി പാലിക്കുക. കുടുംബശ്രീ പ്രവർത്തകരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അത് പോലീസ് ആയാലും പട്ടാളമായാലും ഏത് മന്ത്രിയായാലും മഹാനായാലും. വക്കീലിനറിയാലോ ഇന്ത്യൻ ജുഡീഷ്യറി, നമ്മുടെ കോടതികൾ അത് വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്, പക്ഷേ ആ കോടതികളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? മോഷണ കേസിലെ പ്രതിയായ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശിക്ഷ വിധിക്കുന്നു. അടിച്ചും ഇടിച്ചും ഉരുട്ടിയും കൊല്ലുന്നു. അതല്ലേ നിങ്ങൾ പോലീസുകാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെറ്റും കുറ്റവും കൊള്ളരുതായ്മകളും എല്ലായിടത്തും ഉണ്ട്, പോലീസിലും. അതെ, മാറി മാറി വരുന്ന ഭരണക്കാരുടെ പിണിയാളാവാനും നിങ്ങളെ പോലെ വാചക കസരത്ത് നടത്തുന്നവരുടെ മുന്നിൽ വാപിടിച്ച് നിൽക്കാനും വിധിക്കപ്പെട്ടൊരു അവസ്ഥയുണ്ട് പോലീസുകാരന്. ഈ യൂണിഫോമിനും തലയിലെ തൊപ്പിക്കും എന്റെ നീതിക്കും ചേരാത്തതായിട്ട് ഞാൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്നാൽ അതിക്രമങ്ങൾ നേരിടുന്ന കാര്യത്തിൽ തികഞ്ഞ പോലീസുകാരനാകാൻ അറിയാൻ പാടില്ലാത്ത ആളല്ല ഞാൻ. എന്നെ കൊണ്ടോ ചെയ്യിക്കരുത്. നിങ്ങൾ പിരിഞ്ഞു പോണം, ഇല്ലെങ്കിൽ എനിക്ക് പിരിച്ചു വിടേണ്ടി വരും. പ്രിയമുള്ളവരെ, ചെയ്യാത്ത കുറ്റം ആരോപിച്ച് പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ വിചാരണ തടവുകാരായി ജയിലിനോളം എത്തിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അതിന് നേതൃത്വം നൽകിയ CA ആന്റണി ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് നേരെ, നീതിക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ ഞങ്ങൾ സ്ത്രീ സമൂഹം വെറുതെ നോക്കി നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ പ്രതിരോധിക്കും, പ്രതികരിക്കും. ഇത് ഈ സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കൊള്ളരുതായ്മകളാണ്. ഞങ്ങൾ സ്ത്രീകൾ അമലകളല്ല. അല്ലടോ, ഈ പോലീസുകാർ നമ്മുടെ ഭരണം പൊളിച്ചിട്ടേ ആടും അല്ലേ? വല്ലാത്തൊരു ജന്തുക്കള്. ആ CI കണാപ്പന്റെ പേരെന്താ? ആന്റണി. ആ, ഏത് കോന്റണി ആയാലും മോനോട് പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറ. വിളിച്ചു പറയടോ. ശരി സർ. സർ, ആ CI വന്നിട്ടുണ്ട്. വരാൻ പറയടോ. ഓ, ഈ എന്റെ കൈയെടുത്ത് നെറ്റിയുമില്ലൊരു അടിയടിച്ചിട്ട് നിലത്തൊന്ന് അമർത്തി ചവിട്ടെ എനിക്കൊരു തേങ്ങ കിട്ടാൻ പോല. എന്താണോ പെണ്ണുങ്ങൾ TV ചലിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് 55 വയസ്സ് വരെ നെറ്റിയുമില്ലടിക്കലും നിലത്തിയടികളൊക്കെ നടക്കും. ചന്തിന്റെ ചോട്ടിലൊരു പോലീസ് കസേര ഉണ്ടാവും. ഞങ്ങളുടെ സ്ഥിതി അതല്ലടോ. ഏറിയാൽ 5 കൊല്ലം. അതൊന്ന് പ്രായപൂർത്തിയാക്കി എടുക്കാൻ പറ്റുന്ന പാട് ഞങ്ങൾക്കേ അറിയൂ. ഇങ്ങോട്ട് നോക്ക്. ഇതൊന്ന് കാലം തികച്ചോട്ട കുഞ്ഞുമോനെ. സർ, സർക്കാരിനോ ജനത്തിനോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ദോഷം വരുന്ന യാതൊന്നും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. എന്നിട്ടാണോ കടന്നൽ കൂടെ പോലെ കുറെ കുടുംബശ്രീ പെണ്ണുങ്ങൾ ഒന്നായിട്ട് ഇളക്കി കുളമാക്കിയത്? അതൊക്കെ ഏറ്റുപിടിച്ച് നാട്ടുകാരെ അറിയിച്ച് നാശമുണ്ടാക്കാൻ കുറെ സീരിയലുകാരും. സീരിയലുകാരല്ല സർ, ചാനലുകാർ. അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാടളക്കാൻ മാത്രം എന്ത് കുന്താണ്ട് അവിടെ ഉണ്ടായത്? സർ, മത തീവ്രവാദം, ഭീകരപ്രവർത്തനം, അതുമായിട്ടെല്ലാം കെട്ടുപണഞ്ഞു കിടക്കുന്ന ഹവാല പണമിടപാടുകൾ, കള്ളനോട്ട്, മയക്കുമരുന്ന് മാഫിയ, ഇതെല്ലാം മലബാർ മേഖലയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് സർ. കാണാതെ പോയ ആ പണവും അതുമായി ബന്ധപ്പെട്ട് നടന്ന അഷ്റഫ് എന്നാളുടെ കൊലപാതകവും അന്വേഷണത്തിലാണ്. കുടുംബശ്രീ പ്രവർത്തകരായ ആ സ്ത്രീകൾക്ക് ഇതുമായിട്ട് എവിടെയോ ഒരു ലിങ്ക്. അതിന്റെ ഒരു ലിംഗം. എടോ, ഈ പറഞ്ഞ വാദങ്ങൾ, കോയൽപ്പണം, കള്ളക്കടത്ത്, കള്ളമൊട്ടടി, ഇതൊന്നും ഞങ്ങൾ ഭരണത്തിൽ കയറിയപ്പം കണ്ടുപിടിച്ചുണ്ടായിരുന്നല്ലോ. മുമ്പോടുള്ളതല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വല്ലാതെ മാന്തി കുഴിച്ചെടുക്കാൻ നിൽക്കല്ലേ. ഇനി കുഴിച്ചെടുത്തേ പറ്റുമെങ്കിൽ ഈ ഭരണമൊന്ന് കഴിഞ്ഞോട്ടടോ. തൽക്കാലം സർക്കാരിന്, പ്രത്യേകിച്ച് എനിക്ക് ദോഷം ഉണ്ടാവുന്ന പണി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ സസ്പെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അറിയാലോ. അതുകൊണ്ട് എത്രയും വേഗം ആ കുടുംബശ്രീക്കാരെ കോടതിയിൽ ഹാജരാക്കണം. മനസ്സിലായോ? സർ, തൊണ്ടിയൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് കോടതി അവർക്ക് ജാമ്യം കൊടുക്കും. കൊടുത്തോട്ടെ ചങ്ങായി. അതിന്റെ വീട്ടിൽ നിർത്തി കൊടുക്കുമെന്നല്ലോ. എങ്ങനെങ്കിലും ഈ പണ്ടാരന്റെ തലയിൽ നിന്ന് ഒഴിവാക്ക്. ഓ സർ, സർവ്വ ബഹുമാനത്തോടും കൂടി ഒരു സാധാരണ പോലീസുകാരൻ എന്ന നിലക്ക് പറയാ, ഒരു മന്ത്രിസഭയ്ക്ക് 5 വയസ്സ് തേക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിട്ടയർമെന്റിന് വേണ്ടി 55 വയസ്സ് തേക്കാൻ ഞങ്ങൾ പോലീസുകാർ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട് സാർ. സോറി സാർ.
പോലീസ് കണ്ടെടുത്ത തൊണ്ടി മുതലുമായി ഈ കേസിലെ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും പ്രതികൾ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ലെന്ന് ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ആയതിനാൽ പ്രതികളെ 25,000 രൂപയുടെ സ്വന്തം ജാമ്യത്തിലും തുല്യ സംഖ്യയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലും വിട്ടയക്കാൻ കോടതി ഉത്തരവായിരിക്കുന്നു. കാര്യങ്ങളുടെ ഗൗരവം അറിയാലോ. ജാമ്യം ലഭിച്ചു എന്ന് കരുതി നമ്മൾ കുറ്റവിമുക്തരായിട്ടില്ല. ഇനി കേസ് നടത്താനുണ്ട്. പേടിക്കാനൊന്നുമില്ലെന്നേ. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത വലിയൊരു സ്ത്രീ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. ശരി ശരി. നമ്മളിപ്പോ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്. പിന്നെ എവിടേക്കാ? പേടിക്കാനൊന്നുമില്ല. ചന്ദ്രേട്ടൻ ആശുപത്രിയിൽ. എന്താ രാത്രി കുറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നതാ. പിന്നെ ഉറക്കം വന്നപ്പോ ഞാൻ കിടന്നു. എന്തോ ശബ്ദം കേട്ട് എണീറ്റ് നോക്കിയപ്പോ ചന്ദ്രേട്ടൻ നിലത്ത് വീണ് കിടക്കുക. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചതാ. ഞാൻ അടുത്തില്ലാതായപ്പോഴത്തേക്കും എന്റെ ചന്ദ്രൻ ഒന്നും വരില്ല സൂറ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നീ കേറ്. എന്നാ ചെല്ല്. സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം. ആ, വാ, കേറ്. സ്വയം എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നതും 2 അടി നടന്നതും വളരെ നല്ലൊരു സൂചനയാണ്. ഒരു സർജറി, പിന്നെ ഫിസിയോതെറാപ്പി. അതിന് ഏറ്റവും നല്ലത് വെല്ലൂരിലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് എത്ര വരുമെന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ചില ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളും മനുഷ്യസ്നേഹികളായ ആൾക്കാരും സഹായങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് ആ വഴിക്ക് ഒരു ശ്രമം നടത്തി നോക്കാം. ഡോക്ടർ പറഞ്ഞില്ലേ ചന്ദ്രേട്ടൻ നടക്കുന്നു. ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മള് നടത്തും. ഉണ്ണിത്ത മുതലാളിയുടെ കയ്യില് നമ്മൾ കൊടുത്ത പണമില്ലേ, അത് നമുക്ക് ഉടനെ വാങ്ങണം. സൂറ, നമുക്ക് അവിടെ വരെ ഒന്ന് പോണം. നിങ്ങളിപ്പോ ആ വഴിക്ക് പോകണം. മഫ്റ്റിയിലെ ചില പോലീസുകാരൊക്കെ അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. നിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനായിരിക്കും. എങ്കിലൊരു കാര്യം ചെയ്യാം. മണിയൊന്ന് അവിടെ വരെ പോണം. ഉണ്ണിത്ത മുതലാളിയോട് ഞാൻ വിളിച്ചു പറഞ്ഞ